എടാ ദിസ് ഇസ് ഇതിൻ. എടാ ഞാൻ ഗാട്ടാ ഗുസ്തി 2 എന്ന് പറഞ്ഞുള്ളൊരു പടം കണ്ട്. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്, വന്നിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് ഈ പടം ഒരു തരത്തിലും എനിക്ക് വർക്കായിട്ടില്ല. ഇതിലും ഭേദം ഫസ്റ്റ് പാർട്ടായിരുന്നു. അതും ഭയങ്കര സാധനമൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും ഇതിലും ഭേദം ഫസ്റ്റ് പാർട്ടായിരുന്നു. ഈ സെക്കൻഡ് പാർട്ട് അവിടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഹിറ്റാണെന്നാണ് അറിഞ്ഞത്. എന്തരാണോ പടത്തിനകത്ത് പറയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതിനകത്ത് വിഷ്ണു വിശാൽ രാക്ഷസനിലുള്ള പുള്ളിക്കാരനാണ് ലീഡ് ഹീറോ, ആൻഡ് ഐശ്വര്യലക്ഷ്മി ലീഡ് ഹീറോയിൻ, ആൻഡ് എന്തുവാ ലൈക്ക് പുള്ളിക്കാരി ഇതിനകത്ത് റെസ്ലറാണ് ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ. അപ്പം ആശാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ വീട്ടു ജോലി അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരണം, തുറന്ന് നടക്കുന്ന കാര്യങ്ങൾ, ഡിവോഴ്സ്, തിരിച്ചൊന്നു ചേരില്ല, അങ്ങനത്തെയൊക്കെ സ്ഥിരം കേസ്. എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് മുക്കിന് പറയാനുണ്ട് ആശാൻ അൺഎഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ. അപ്പം ഇതിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാവണം. അപ്പം ഞാൻ അത് കണ്ടാൽ നമുക്ക് ഇടയിൽ എന്തോന്ന് പറയാം, ഒരു സംഭവം നമ്മളത് ചെയ്യുമ്പോൾ ഒരു വെള്ളിയാഴ്ചയും വേണ്ടേ, അത് എന്ത് ചെയ്യാതെന്ന് പറയില്ല. ആരെങ്കിലും ഒരാൾ എന്തെന്ന് പറഞ്ഞാൽ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുകയാണ്, ഓടം കേട്ടവാദി അങ്ങനെ ചെയ്യണം. ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എൻ്റെ തലയിൽ വന്നത്. എന്ന് പറഞ്ഞാൽ ഇതിലൊരു കോച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അങ്ങേര് എന്തൊരു പറഞ്ഞാലും ഓ ശരി, എന്നതാണല്ലേ, ഓ ശരി. ഒരു സിറ്റിങ്ങിൽ ഇരുന്ന് സംസാരിച്ചാൽ തീരേണ്ട പ്രശ്നങ്ങളൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ആരോ എന്തരോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം തൊടാതെ വിഴുങ്ങുക, എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ആരെന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ, ഇത് മറ്റേ തെറിയിൽ അണ്ണം പറഞ്ഞ പോലെ ഞാൻ പേര് ജോസഫ് കുരുവിള്ള, ഇതാണ് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഇത് എന്തൊരു ചോദിച്ചാലും അണ്ണ മനഃപൂർവ്വമല്ല. അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരു മൊണ്ണ നായകൻ എന്തോന്നത് അങ്ങനത്തെ ഒരു തേങ്ങയെ അറിഞ്ഞൂടെ. അത് മാത്രമല്ല ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യാലിറ്റിയുടെ പീക്ക്, നാടകീയത, ഇൻ്റർവെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ നാടകം എടുത്തു വച്ചേക്കണ പോലെ. പിന്നെ ഈ ടി വിയിൽ അതുപോലെ തന്നെ ഈ മറ്റേ ഈ ഫുട്ടേജസ് ഒക്കെ കാണിക്കുമല്ലോ, കറക്റ്റ് സിനിമയിൽ ഷൂട്ട് ചെയ്ത് അതേ ഫുട്ടേജ് തന്നെ എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അത് ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതിനകത്തൊരു ടീച്ചറുണ്ട്, പുള്ളിക്കാരിയാണെങ്കിൽ നമ്മളെ ജനനായകനിൽ പൂജ ഹെഗ്ഡെ പറഞ്ഞാണെങ്കിൽ എവിടെ വിഷമമുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം സീനിലോട്ട് അങ്ങ് എൻ്റർ ചെയ്യാൻ. പിന്നെ അവരവക ക്രിഞ്ച് അങ്ങ് മെഴുകി അങ്ങ് ഇറക്കണ്. അതങ്ങനെ എല്ലാം കൊണ്ടും എന്തൊരു പടമുണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കായില്ല. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടവർ കാണുമായിരിക്കും, കാരണം ഇത് കിടിച്ചോന്ന് പറഞ്ഞാൽ കാണുമായിരിക്കും. ഞാൻ ചിലടത്ത് തന്നെ ഇൻസ്റ്റയിൽ തന്നെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ശരാശരിക്കും താഴെ നിൽക്കുന്ന ഒരു പടമെന്നും പറഞ്ഞുകൊണ്ടൊരു ട്രോൾ ഞാൻ കണ്ട്, റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞത് കണ്ട്. എനിക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഒരു തരത്തിലും എനിക്ക് വർക്കായില്ല. ടിപ്പിക്കൽ ഒരുമാതിരി ക്ലീശ സാധനം, അതിന് ക്ലീശ എന്നതിനേക്കാൾ ഉപരി നാടകീയത, വൻ നാടകീയതയുടെ പറയാതിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ അതിലാകെപ്പാടെ എനിക്ക് ആദ്യമൊക്കെ തുടക്കമൊക്കെ അതിൽ ആ ഒരു മോളായിട്ട് പറഞ്ഞ ഒരു പുള്ളിക്കാരിയുണ്ട്. എന്ന് വെച്ചാൽ ആ കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കാൻ ആക്ടിങ് കുറച്ച് രസമുണ്ട്, ഇടയ്ക്ക് 2 വായ്ത്താളമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അല്ലാത്ത പക്ഷം ഒന്നുമില്ല ഇതിനകത്ത് പറയാൻ. എന്തിനോ വേണ്ടി തിളച്ച ഒരു കൈൻഡ് ഓഫ് ഒരു പടം. മര്യാദയ്ക്ക് ഇത് ഫസ്റ്റ് പാർട്ടോടുകൂടി അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. സെക്കൻഡ് ഒന്നും അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു വൻ കഥയൊന്നും അല്ല ഇത്. അതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു ഇരിപ്പിലിരുന്ന് സംസാരിച്ച തീരാന്നുള്ള പ്രശ്നത്തിന് വഴിയേ പോകണവനൊക്കെ ഓരോന്ന് വിളിച്ചു വരുത്തി അതിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ, കുറേ മൊണ്ണ മൊമെൻറ്റ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കാൻ, കൂടുതലൊന്നും പറയാനില്ല. ബോംബ് കവനീയ ശേഖരണമൊന്നും അല്ല, എന്നിരുന്നാൽ പോലും എനിക്ക് ഒരു തരത്തിൽ ഇത് വർക്കാവാത്തൊരു സാധനമാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഗാട്ടാ ഗുസ്തി.